ഇത് ഞാനൊരു വർഷമായിട്ട് ഞാൻ വീട്ടിലേക്ക് വേണ്ടി ചെയ്തു വെച്ചൊരു ഓട്ടോമാറ്റിക് വാട്ടർ പമ്പ് കൺട്രോളറിൻ്റെ സിസ്റ്റമാണ്. വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. ഒരു NE555 ഐസിയും പിന്നെ കുറച്ച് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സും മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ്. കംപ്ലീറ്റ്ലി അനലോഗ്. ടെക്നിക്കലി ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇൻ കേസ് നമുക്ക് മാനുവലി ചില സമയത്തൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്നുള്ളൊരു പർപ്പസ് നമ്മൾ ഇതിനകത്തൊരു 3 സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളൊരു വളരെ സിമ്പിൾ ബേസിക് സെറ്റപ്പ്. നമ്മൾ കംപ്ലീറ്റ് PCB ഒക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ AC ഇൻപുട്ട്. ഇത് നമ്മുടെ പമ്പിൻ്റെ ഔട്ടാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു DC പമ്പാണ്, കുഞ്ഞത് സബ്മേഴ്സിബിൾ. ആൻഡ് അതിനുവേണ്ടി 5 വോൾട്ട് കൊടുക്കുന്ന SMPS ആണിത്. ആൻഡ് ഇത് ഈ ഒരു ഡിവൈസ്, ഈ ഒരു സിസ്റ്റത്തിന് മൊത്തം പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു SMPS ആണിത്. ആക്ച്വലി ഇതിനകത്ത് ഒരു മാക്സിമം പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 100 മില്ലി 200 മില്ലി ആംസിന് താഴെയാണ് 12 വോൾട്ടിൽ. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു 24/7 വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള SMPSO ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, ഫുള്ളി ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഫസ്റ്റ് സെൻസർ പ്ലേസ്മെൻറ്റ് പറഞ്ഞുതരാം. ഓവർഹെഡ് ടാങ്കിൻ്റെ എയർ ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ ഏറ്റവും താഴെയാണ് ലോ ലെവൽ സെൻസർ കണക്ട് ചെയ്യേണ്ടത്, കൂടെ ഒരു ഗ്രൗണ്ടും. ആൻഡ് ഓവർഫ്ലോ ആവുന്നതിന് താഴെയാണ് നമ്മുടെ ഹൈ ലെവൽ സെൻസർ കണക്ട് ചെയ്യേണ്ടത്. അവിടെയും ഗ്രൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ പമ്പിൻ്റെ അകത്തു നിന്ന് വെള്ളം വരുന്ന പൈപ്പിൽ ആണ് ഫ്ലോ സെൻസർ കണക്ട് ചെയ്യേണ്ടത്. അവിടെയും ഒരു ഗ്രൗണ്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ പ്യൂർ കോപ്പർ സിംഗിൾ സ്ട്രാൻഡ് കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന 4 കോർ ടെലിഫോൺ കേബിളാണ്. ഏകദേശം 22 റുപ്യേനടുത്തോളം റേറ്റ് ഉണ്ട് ഇതിന്. മുമ്പ് ഞാനൊരു റെഡിമെയ്ഡ് നെറ്റ്വർക്ക് കേബിളായിരുന്നു വാങ്ങിച്ചിരുന്നത്. പക്ഷെ കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് അലൂമിനിയം കമ്പിയായിരുന്നു. ആൻഡ് അത് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കൊറോഡ് ചെയ്ത് കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. സോ ബെറ്റർ നമ്മൾ നല്ല ക്വാളിറ്റി കേബിൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ മണ്ടല കയറിയിട്ട് പിന്നെ ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. സോ ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ ടാങ്കിൻ്റെ വെള്ളം കുറഞ്ഞ് വരണം. മിനിമം ലെവലിലാണ് നമ്മളൊരു സെൻസർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ലെവലിലേക്ക് വെള്ളം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ ഒരു സിസ്റ്റം ഓൺ ആവും. സോ നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോ ഇത്രയാണ് ഈ ഒരു കുഞ്ഞു സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും. ആൻഡ് ഇതിനകത്തുള്ള നെക്സ്റ്റ് കാര്യം നമ്മുടെ ഡ്രൈ റൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ. ആക്ച്വലി ഡ്രൈ റണ്ണിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണറിൽ വെള്ളമില്ല, അല്ലെങ്കിൽ പമ്പ് വെള്ളം എടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ പമ്പ് ഓഫ് ആവണം. ആ സെൻറ്റർ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ നമ്മുടെ പമ്പിന് പൊക്കി പിടിക്കുകയാണ് കുറച്ച്. ഇപ്പോൾ പമ്പ് ഓണായി, പക്ഷേ വെള്ളം വരുന്നില്ല. ആൻഡ് ഈ ഒരു ബസറും കാര്യങ്ങളും കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. സോ നമ്മുടെ പമ്പ് ഓഫ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ബസർ ഉണ്ടാവും. ഈ ബസർ നിൽക്കണമെങ്കിൽ നമ്മളൊന്നും റീസെറ്റ് ചെയ്യണം. എൻ്റെ പമ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ബസർ ഓഫ് ആവുള്ളൂ. സോ ചില കണ്ടീഷനിൽ നമുക്ക് ഈ സംഭവം, ഈ ഒരു ബസറിനെ ഓഫ് ചെയ്യണം, മാനുവലി ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഈ സ്വിച്ചിൻ്റെ ഒരു യൂസ്. സോ നമ്മുടെ മോട്ടർ പിന്നെയും വർക്ക് ചെയ്യും. നമ്മൾ പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം സ്റ്റിൽ നമ്മൾ പിന്നെയും ട്രൈ ചെയ്യുമ്പോൾ പിന്നെയും വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ നമുക്ക് ഓക്കെ, വീണ്ടും മോട്ടർ ഓഫ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ വീണ്ടും നമ്മളെ കിണറ്റിലേക്ക് വെക്കാം. ബസർ ഓഫായി, പമ്പ് വർക്ക് ചെയ്ത് ടാങ്ക് നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ മാനുവലി ഓഫ് ചെയ്യണം. സോ മാനുവൽ ഓഫ് സ്വിച്ച് ഉണ്ട്, മാനുവൽ ഓഫ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു മാനുവൽ സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ കൂടെ മാനുവലി ഓൺ ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മുടെ മോട്ടർ വീണ്ടും വർക്ക് ആയിട്ടുണ്ട്. ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതിൻ്റെ കുറച്ച് PCB നമ്മൾ ഡെമോ ഉണ്ടാക്കിയ PCB കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്.
ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്തുണ്ട്. ഓർ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി.